ഗ്രാമത്തിൽ പ്രസംഗിച്ച പ്രസംഗം ഗ്രാമീണനായി ഇടയ്ക്കൊക്കെ കേരളത്തിൽ പോകണം. നിങ്ങൾ ഇങ്ങനെ ഗ്രാമത്തിൽ പ്രസംഗിച്ച് ഗ്രാമീണ ഇടയ്ക്കൊക്കെ കേരളത്തിലോട്ടൊന്ന് പോകണം. So I have not come for that, but my wife says that. എന്റെ ഭാര്യ അങ്ങനെ പറയാറുണ്ട്, ഞാൻ അതിനുവേണ്ടി വന്നതല്ല. So what I'm telling is, ഞാൻ എന്താ പറഞ്ഞെന്ന് ചോദിച്ചാൽ, it's very familiar all of you. ഇത് വചനം വളരെ വ്യക്തമായി എല്ലാവർക്കും അറിയാവുന്ന വേദഭാഗമാണ്. I want to bring a small thought. ഇതിനകത്ത് ഒരു ചെറിയ ചിന്ത മാത്രം നിങ്ങളോട് ഞാൻ പങ്കിടാം. Here the situation is this: Jesus is passing by with the disciples. യേശു ശിഷ്യന്മാരോട് കൂടി ഒരുമിച്ച് യാത്ര ചെയ്യുകയാണ്. He's just walking. അവൻ നടന്നു പോവുകയാണ്. Maybe you have a nature, I have a nature. When we walk in the way, we look out both sides, front and back. നമ്മൾ സാധാരണ നടന്നു പോകുമ്പോൾ നമുക്കെല്ലാം ഉള്ള ശീലമാണ് രണ്ട് സൈഡിൽ നമ്മൾ ഇങ്ങനെ നോക്കി പോകും. You know, some vehicles are coming or having not having accident. We watch everything. നമ്മളിങ്ങനെ ചുറ്റും നടക്കുന്ന ബൈക്കുകാരൊക്കെ പോകുന്ന എല്ലാം ഇങ്ങനെ നോക്കിക്കൊണ്ട് പോകും. A thing like this, the disciples of Jesus and Jesus walking together. യേശു ശിഷ്യന്മാരൊക്കെ ഇങ്ങനെ നടന്നു പോവുകയാണ്. They're watching. അവർ നോക്കിക്കൊണ്ട് നടക്കുകയാണ്. While watching, while walking, they were watching. അവർ നടന്നു പോകുമ്പോൾ ഇങ്ങനെ ശ്രദ്ധിച്ചു നോക്കുന്നുണ്ട്. Some people when they walk, they don't watch. ചില ആളുകളുണ്ട് നടന്നു പോകുമ്പോൾ ചിലത് ഒന്നും കാണാറില്ല. But these people are walking and watching. എന്നാൽ ഇവിടെ നടന്നു പോകുന്നവർ ചിലതെല്ലാം കാണുന്നുണ്ട്, കണ്ടുകൊണ്ട് പോവുകയാണ്. I want to tell you, we must be such kind of character. We walk, we must watch. നമ്മൾ ഒരു കാര്യത്തിൽ ശ്രദ്ധാലുക്കളാകണം. നമ്മൾ നടക്കുമ്പോൾ ചുറ്റുമുള്ളതിനെ കൂടെ നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചോ. We must observe the things. നമ്മുടെ ചുറ്റുമുള്ളതിനെ ഒബ്സർവ് ചെയ്തോ. And we will be not cheated. We will be not be rebuked by anything, and we will not go through the money accident in our life. അങ്ങനെ ശ്രദ്ധാലുക്കളായി നമ്മൾ പോയാൽ നമ്മുടെ പൈസ നഷ്ടപ്പെടാനും അശ്രദ്ധമായിട്ടുള്ള അപകടങ്ങളും പ്രതിസന്ധികളും ഒക്കെ വഴിമാറും. ശ്രദ്ധാലുക്കളാകണം. Many times we walk, we don't watch. That's why we face the consequences. ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ കാണാത്തവരായി നമ്മൾ പോകുന്നത് കൊണ്ടാണ് പല സമയങ്ങളിലും നമുക്ക് തെറ്റുകളും അപജയവും നഷ്ടങ്ങളും ഉണ്ടാകുന്നത്. But we have to walk, same time watch. നമ്മുടെ ചുറ്റും നമ്മൾ നടക്കുമ്പോൾ തന്നെ ശ്രദ്ധാലുക്കളാണ്. ചുറ്റും നടക്കുന്നത് കാണണം, കേൾക്കണം. The disciples of Jesus are here. യേശുവിന്റെ ശിഷ്യന്മാരുടെ ഉണ്ട്. They are walking and watching. അവർ നടക്കുന്നു, ഒപ്പം ചിലതൊക്കെ അവർ കാണുന്നുണ്ട്. Praise God. They watch one blind man who is walking, begging. അവിടെ ഒരു കുരുടനായ ഒരു മനുഷ്യൻ ഇങ്ങനെ ഭിക്ഷ യാചിക്കുന്നത് കാണുന്നു. They are watching. അത് ശിഷ്യന്മാർ കണ്ടു. Same situation. ഈ സാഹചര്യം And same circumstances. സാഹചര്യം ഒന്നു തന്നെയാണ്. And same person. എല്ലാ സമയത്തും മനുഷ്യനെ And കാണാറുണ്ട്. same condition. ഇതേ കണ്ടീഷനിലാണ് കാണുന്നത്. He is a blind. അദ്ദേഹം കുരുടനാണ്. And he is a beggar. അതൊരു ഭിക്ഷക്കാരനാണ്. He is in the roadside. അവൻ റോഡിന്റെ അരികിലാണ്. And he is holding the cloth. അവനൊരു പാത്രം ഇങ്ങനെ കൈ പിടിച്ചിട്ടുണ്ട്. And he is shouting. അവൻ എല്ലാവരും ഇങ്ങനെ ചോദിക്കുക. He is begging. അവൻ യാചിക്കുക. Jesus also see the same person. യേശു ഈ മനുഷ്യനെ കാണുന്നുണ്ട്. And the disciples also see. ശിഷ്യന്മാരും കാണുന്നുണ്ട്. Both of them are watching the same condition. യേശു ശിഷ്യന്മാരും ഈ മനുഷ്യനെ കാണുന്നു. But you look here. എന്നാൽ ഇവിടെ ശ്രദ്ധിക്കണം. Both are the same person, same situation, and same place. ഒരേ സ്ഥലത്താണ് യേശു ശിഷ്യന്മാരും ഒരേ ആളിനെ കാണുന്നത്, ഒരേ സമയത്താണ് കാണുന്നത്. But the look is different. അവരുടെ നോട്ടം വ്യത്യസ്തമായിരുന്നു. Disciples are watching and telling, Guru, Master, who sinned? He or his parents? അവരെ ചോദിക്കുന്നു, ശിഷ്യന്മാരെ ചോദിക്കുകയാണ്, ആരുടെ പാപം കൊണ്ടാണ്? ഇവന്റെ പാപമാണോ, ഇവന്റെ അമ്മയപ്പന്മാരുടെ പാപമാണോ ഇവനെ കുരുടനാക്കിയത്? See, sometimes our look is also like this. ചില സമയത്ത് നമ്മുടെ നോട്ടങ്ങൾ ഇങ്ങനെ തന്നെയാണ്. We don't look and we never thought that Guru, how long he is sitting here. Just like this. ചില സമയത്ത് നമ്മൾ പറയുന്നു, ഗുരു എത്ര നാളായിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. We don't look that way. We don't say that how long he is sitting there. എത്ര നാളായി അവിടെ ഇരിക്കുന്നു എന്നുള്ളതല്ല. Does he have a food? അവിടെ ഫുഡ് ഉണ്ട്. No. Does he have a food? Yes. അവർക്ക് ആഹാരമുണ്ടോ? Have ever eaten or not? അവൻ കഴിച്ചോ ഇല്ലയോ? ഇതൊന്നും അല്ല അവരുടെ ചോദ്യം. Where he sleeps? അവൻ എവിടെ കിടന്ന് ഉറങ്ങുന്നു എന്നുള്ളതല്ല. Does he have a parents? അവന് മാതാപിതാക്കളുണ്ടോ? Does he have a home? അവന് വീടുണ്ടോ? How he is suffering? അവന്റെ ബുദ്ധിമുട്ട് എന്താണ്? Can we help this guy? അവനെ എങ്ങനെയും സഹായിക്കാമോ? No. ഇതൊന്നും അല്ല അവരുടെ ചോദ്യം. What is our audience? അവരുടെ ചോദ്യം എന്തായിരുന്നു? Who sinned? ആരുടെ പാപം കൊണ്ടാ? We are ready to point. We look this way. ഇവനായ ആരുടെ പാപം കൊണ്ടാണ്? Somebody comes in our church. ചില സമയത്ത് ഞങ്ങളുടെ ചർച്ചിൽ ഒരാൾ വരാറുണ്ട്. Somebody
ഒരാൾ നമ്മുടെ ചർച്ചിലേക്ക് വന്നാൽ with a putting lips. നമ്മൾ ഇച്ചിരി ലിപ്സ്റ്റിക് ഒക്കെ എഴുതുന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ശ്രദ്ധിച്ച് നോക്കും. പാവമാണ്. പാവം. If somebody puts a ഒരു മോതിരം വല്ല ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ അകന്ന് നിൽക്കും. if somebody in the ഒരു ചെറിയ കമ്മൽ വല്ല ഉണ്ടെങ്കിൽ പ്രശ്നമായി. नरक में जाने के लिए पक्का हो गया. നരകത്തിൽ പോകുന്നുള്ള ഉറപ്പായി. We should not do that. നമ്മൾ അങ്ങനെ ആയിരിക്കരുത്. നമ്മൾ അങ്ങനെ ആയിരിക്കരുത്. I don't support the removing, putting the ring or ornaments. I don't support. But that should be our look. ഞാൻ അങ്ങനെ അവരുടെ വിടുന്നതിനൊന്നും പ്രോത്സാഹിപ്പിക്കുന്ന ആളല്ല. We should not look that way. പക്ഷെ നമ്മൾ അങ്ങനെ ആളുകളെ വിധിക്കാനും കാണാനും പാടില്ല. To condemn people. അത് നോക്കിയിട്ട് ആളുകളെ വിധിക്കരുത്. No. ഒരിക്കലും പാടില്ല. Through the lipstick, don't condemn the people. ഒരാൾ ലിപ്സ്റ്റിക് ഇട്ടെന്ന് പറഞ്ഞാൽ അവരെ താഴ്ത്തി കാണേണ്ട കാര്യമില്ല. Maybe he has not cut the hair. അവരുടെ മുടി വെട്ടിയില്ലെന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെ അങ്ങനെ ചിന്തിക്കേണ്ട Don't കാര്യമില്ല. condemn them. അവരെ അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമില്ല. Don't condemn them because of the jeans. അവരിട്ടേക്കുന്ന ജീൻസ് കണ്ടിട്ട് കുറ്റം വിധിക്കേണ്ട കാര്യമില്ല. I think I have put the jeans there. ഞാനും ജീൻസ് ഇട്ടുണ്ടായിരുന്നു അങ്ങനെ തോന്നുന്നു. See, don't condemn that. അത് നോക്കിയല്ല നമ്മൾ ആളുകളെ വിധിക്കുന്നത്. What the disciple was looking. ശിഷ്യന്മാർ എന്താണ് അവിടെ കണ്ടത്? Who sinned? ആരുടെ പാപം കൊണ്ടാണ്? Who sinned? ആരാ പാപം ചെയ്തത്? No. പാടില്ല. How Jesus is looking. യേശു എങ്ങനെ ആ കാര്യങ്ങൾ കാണുന്നത്? What Jesus was looking. യേശു എന്താ നോക്കുന്നത്? Jesus was looking different way. യേശു വ്യത്യസ്തമായിട്ട് ആ കാര്യങ്ങൾ കാണുന്നത്. My brothers and sisters. എന്റെ സഹോദര സഹോദരന്മാരെ, Today I want to tell you. ഒരു കാര്യം ഞാൻ നിങ്ങളോട് വ്യക്തമായിട്ട് പറയാം. Let us change our look. നമ്മുടെ നോട്ടം ഒന്നും മാറ്റാം. Praise God. Hallelujah. Looking through the eye of Jesus. യേശുവിന്റെ കണ്ണിൽ കൂടെ കാര്യങ്ങൾ കാണാൻ നമുക്കൊന്ന് തയ്യാറാകാം. If you look in your eye through your eye, you will condemn the people. If you look through the eye of Jesus, you will justify them. നിങ്ങളുടെ കണ്ണുകൊണ്ട് നിങ്ങൾ കാര്യങ്ങൾ കാണാൻ പോയാൽ നിങ്ങൾ ആളുകളെ കുറ്റം വിധിക്കും. മറിച്ച് കർത്താവിന്റെ കണ്ണിലൂടെ കാണാൻ പോയാൽ കാര്യങ്ങൾക്ക് മാറ്റമുണ്ടാകും. Hallelujah. 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 My brothers and sisters, എന്റെ സഹോദരി I സഹോദരന്മാരെ, want to tell you this ഒരു morning. കാര്യം ഞാൻ നിങ്ങളുടെ പ്രഭാതത്തിൽ Let us understand. Let us have the eye of Jesus to look through that. യേശുവിന്റെ കണ്ണിൽ കൂടെ കാര്യങ്ങൾ കാണാൻ ആളുകളെ കാണാൻ തയ്യാറാകുക. That is why God has chosen you. അതിനാ ദൈവം നിങ്ങളെ തെരഞ്ഞെടുത്തത്. That's why God has separated you. അതിനാ നിങ്ങളെ ദൈവം വേർതിരിച്ചത്. That's why God has called you. അതിനാ ദൈവം നിങ്ങളെ വിളിച്ചത്. That's why He has made you the child of God. അതിനാണ് ദൈവത്തിന്റെ സഭയിലാക്കിയത്. Praise God. Hallelujah. To have the eye of Jesus. യേശുവിന്റെ കണ്ണ് നമുക്കുണ്ടാകും. Praise God. Hallelujah. Praise God. Praise God. They are pointing who sinned. അവര് ചൂണ്ടിക്കാണിക്കുന്നത് ആരുടെ പാപം കൊണ്ടാണെന്നാണ്. But Jesus, what He says, എന്നാൽ യേശു എന്താ പറയുന്നത്? it was entirely different. യേശു വളരെ വ്യത്യസ്തമാണ് ആ കാര്യങ്ങൾ പറയുന്നത്. Praise God. Hallelujah. How He says. യേശു എന്താ പറയുന്നത്? You look here. മൂന്നാം വാക്യം. Yeah. Yeah. Praise God. What did Jesus said here? യേശു എന്താണ് ഇവിടെ പറയുന്നത്? Is the answer of their question. ആ ചോദ്യത്തിന് ഉത്തരം ഇവിടെ കാണാം. Praise God. See, God has an answer for every question of your life. നമ്മുടെ ജീവിതത്തിലെ എല്ലാ ചോദ്യത്തിനും ഒരു ഉത്തരം കർത്താവിന്റെ സന്നിധിയിലുണ്ട്. Praise God. Hallelujah. 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 My brothers and എന്റെ sisters, സഹോദരന്മാരെ, I want to tell you, ഒരു കാര്യം ഞാൻ പറയാം. things may impossible to you, ഒരു പക്ഷെ നമുക്ക് അസാധ്യമെന്ന് തോന്നുന്ന കാര്യങ്ങൾ കാണാം. but possible to Jesus. പക്ഷെ കർത്താവിന് അസാധ്യമായതൊന്നുമില്ല. He is the answer of your life. അവനാണ് നമ്മുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം. Praise God. Hallelujah. Jesus is the answer of your life. യേശുവാണ് നമ്മുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം. Every steps of your life, നമ്മുടെ ജീവിതത്തിലെ ഓരോ ചോദ്യങ്ങളും He is the answer. അവനാണ് ഉത്തരം. How? Hallelujah. How He said? എന്താ യേശു പറയുന്നത്? Jesus answered, യേശു പ്രകാരം പറഞ്ഞു, neither this man, neither the parents sinned. അവന്റെ അമ്മയപ്പന്മാരോ അവനോ പാപം ചെയ്തിട്ടില്ല. Praise God. Hallelujah. Amen. Hallelujah. Amen. Hallelujah. What? What I want to tell you here. ഞാൻ എന്താ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് ചോദിച്ചാൽ, These people are looking the present. ഈ ആളുകൾ ഇപ്പോഴുള്ള Disciples are looking the present. ശിഷ്യന്മാർ ഇപ്പോഴുള്ളത് മാത്രമാണ് കാണുന്നത്. But Jesus was looking future.
യേശു ഭാവി കാലം പോലും കാണുന്നുണ്ട്. Praise God. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. They are looking the back. അവർ Disciples looking the back. ശിഷ്യന്മാരെ പുറകിലേക്ക് നോക്കുകയാണ്. Who sinned? ആരാ പാപം ചെയ്തത്? You know, there is a saying in Malayalam, Janam Kundali, kya bolte? What's that? Our family root. ഞങ്ങളെ കുടുംബം മലപ്പുറത്ത മുതൽപ്പുറത്ത. നമ്മുടെ വീട്ടുപേരും ഒക്കെ പറഞ്ഞാൽ നമ്മൾ വലിയ പഴയ കുടുംബക്കാരാന്ന് പറയും. ഞങ്ങൾ വലിയ കുടുംബക്കാരാണ്. But Jesus is not looking at them. യേശു ആരെയല്ല നോക്കുന്നത്. Praise God. Amen. How Jesus is looking? യേശു എന്താ നോക്കുന്നത്? Jesus is looking. As we look the front, what? We look the back. Jesus looked the front. നമ്മൾ പുറകിലേക്കുള്ള കാര്യങ്ങളെ കുറിച്ച് നോക്കുമ്പോൾ കർത്താവ് നമ്മുടെ മുൻപിലേക്കുള്ള കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നത്. Jesus look at what he is going to become. അവൻ എന്താകാൻ പോകുന്നു എന്നാണ് കർത്താവ് നോക്കുന്നത്. Hallelujah. Amen. Hallelujah. Amen. Hallelujah. Hallelujah. Look at the life of a Samaritan woman. ഈ ശമരിയക്കാരി സ്ത്രീയുടെ ജീവിതത്തിലേക്ക് നോക്കിക്കേ. Disciples, ശിഷ്യന്മാരെല്ലാം മാറി നിന്നു. അവരെല്ലാം മാറി നിന്നു. യേശു ശമരിയക്കാരി സ്ത്രീയോട് സംസാരിക്കുന്നു. യേശു എന്താ ചെയ്തത്? She will be the evangelist. Going to Samaritan people bring to the Lord. ശമരിയക്കാരെ കർത്താവിലേക്ക് കൊണ്ടുവരുന്ന ഒരു സുവിശേഷകയായി മാറുമെന്നുള്ള കാഴ്ചപ്പാട് കർത്താവുണ്ടായിരുന്നു. Praise God. Hallelujah. Praise God. Hallelujah. Praise God. Hallelujah. Praise God. Hallelujah. I want to tell you this morning. ഈ പ്രഭാതത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, let us change our look. നമ്മുടെ നോട്ടം ഒന്ന് മാറ്റുക. We have to look through the eye of Jesus. യേശുവിന്റെ കണ്ണിൽ കൂടെ കാര്യങ്ങൾ കാണാൻ നമ്മൾ തീരുമാനിക്കുക. The Jesus look was different. യേശുവിന്റെ കാഴ്ച വ്യത്യസ്തമായിരുന്നു. How he was looking. യേശു എങ്ങനെ കണ്ടത്? Now Jesus is looking the future. യേശു ഭാവിയാണ്. Praise God. Hallelujah. Praise God. Hallelujah. Let me tell you one story. One girl was there in our place. ഞങ്ങളുടെ അടുത്തൊരു ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. I was going with one of our teacher. I think before 25 years we were visiting the villages. Almost 25 വർഷം മുമ്പ് ഞാനും എൻ്റെ കൂടെ ഒരു ദൈവവചനം പഠിപ്പിക്കുന്ന അധ്യാപകനും കൂടി ഗ്രാമങ്ങളൊക്കെ ഇങ്ങനെ വിസിറ്റ് ചെയ്യുമായിരുന്നു. And some government teachers also. ചില ഗവൺമെന്റ് ടീച്ചർമാരൊക്കെ ഉണ്ടായിരുന്നു. Distributed tracts. ഞങ്ങൾ ഇങ്ങനെ ലേഖനങ്ങൾ കൊടുത്തു വരികയാണ്. Village to village. ഗ്രാമങ്ങളിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. At that time, ആ സമയത്ത് one young girl came. ഒരു പെൺകുട്ടി അവിടേക്ക് വന്നു. Maybe 18 years old. ഒരു 18 വയസ്സ് കാണും. I gave a tract. ഞാൻ ഒരു ലേഖനം അവൾക്ക് കൊടുത്തു. She smiled. അവൾ ചിരിച്ചു. But the Holy Spirit was speaking to me. She's not in the right spirit. പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു അവൾ ശരിയായ ഒരു ആത്മാവിലല്ല. And I talked to her in Hindi. I said, "Beta, Prabhu tumse pyar karta hai." ഞാൻ അവളോട് ഹിന്ദിയിൽ പറഞ്ഞു, യേശു നിന്നെ സ്നേഹിക്കുന്നുണ്ട്. He died for you. യേശു നിനക്ക് വേണ്ടി മരിച്ചു. And he loves you. യേശു നിന്നെ സ്നേഹിക്കുന്നു. At that time, ആ സമയത്ത് one uncle who's a teacher, headmaster, who was with me in our team. ഞങ്ങളുടെ ടീമിലുണ്ടായിരുന്ന ഒരു പ്രായമുള്ള ഒരു ഹെഡ്മാസ്റ്റർ ആണ്. He said, "Pastor, don't talk to her. What people will say. Stop. Come here." എന്നോട് പറഞ്ഞു, ആ പെൺകുട്ടിയോട് സംസാരിക്കരുത്, ആളുകൾ തെറ്റിദ്ധരിക്കും. He was shouting. അദ്ദേഹം എന്നോട് അങ്ങനെ പറഞ്ഞു. I said, "Brother, keep quiet." ഞാൻ പറഞ്ഞു, നിശബ്ദമാകുക. Keep quiet. നിശബ്ദമാകുക. I know who she is. എനിക്കറിയാം അവൾ ആരാണെന്ന്. And after that, this girl began to tell me. After that, this ആ പെൺകുട്ടി എന്നോട് പ്രകാരം പറയാൻ തുടങ്ങി. Uncle, you said Jesus loves you. Nobody is here to love. നിങ്ങൾ പറഞ്ഞു യേശു സ്നേഹിക്കുന്നു. ഇവിടെ എന്നെ സ്നേഹിക്കാൻ ആരുമില്ല. Whole world is cheaters. ലോകം മുഴുവൻ വഞ്ചിക്കുന്നവരാണ്. I don't know one word in English. I don't know one word in English. ഇംഗ്ലീഷിൽ എനിക്ക് ഒറ്റ വാക്കും അറിയത്തില്ല. I think when you were speaking to me, that uncle was telling not to speak to me. I am a bad woman. അവൾ പറഞ്ഞു, ഇപ്പം നിങ്ങൾ സംസാരിക്കുമ്പോൾ ആ അങ്കിൾ വിളിച്ചു പറഞ്ഞാൽ അവളോട് സംസാരിക്കുന്നത് അവർ അഴുക്ക് പെൺകുട്ടിയാണെന്ന്. Is not. അങ്ങനല്ലേ പറഞ്ഞത്? I kept quiet. ഞാൻ മിണ്ടിയില്ല. She began to tell her story. അവളുടെ ജീവിതാനുഭവം പറയാൻ തുടങ്ങി. We are two sisters. രണ്ട് പെൺകുട്ടികളായിരുന്നു. My sister married before 7 years. 7 വർഷം മുമ്പ് അവളുടെ സഹോദരി വിവാഹം കഴിച്ചു പോയി.
And I don't know where she is. അവൾ എവിടെയാണെന്ന് എനിക്ക് അറിയത്തില്ല. My father died. എന്റെ പിതാവ് മരിച്ചുപോയി. 2 years ago my mother died. 2 വർഷം മുമ്പ് അമ്മ മരിച്ചുപോയി. I am alone. ഞാൻ ഒറ്റയ്ക്ക് മാത്രമാണ്. I was struggling in my life. ഞാൻ എന്റെ ജീവിതത്തിൽ ഒത്തിരി സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. And I was alone in my home. ഞാൻ എന്റെ വീട്ടിൽ ഏകയാണ്. My village, some young boys. എന്റെ ഗ്രാമത്തിലുള്ള ചില ആൺകുട്ടികൾ. 3rd day of my mother's death. എന്റെ മാതാവിന്റെ മരണത്തിന് ശേഷം 3 ദിവസം കഴിഞ്ഞ് They came and tied me in the boat. എന്നെ കട്ടിൽ അവർ കെട്ടിയിട്ടു. And they spoiled my life. എന്റെ ജീവിതത്തെ അവർ നശിപ്പിച്ചു. I tried to finish myself. ഞാൻ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു. But I could not. പക്ഷേ കഴിഞ്ഞില്ല. And second time it happened. വീണ്ടും അതുപോലെ സംഭവിച്ചു. And I called the villages people, every leaders. ഞാൻ വില്ലേജിലുള്ള ഗ്രാമത്തിലെ തലവന്മാരെയൊക്കെ വിളിച്ചു. And they blamed on me. അവരെല്ലാവരും എന്നെ കുറ്റപ്പെടുത്തി. You are the culprit. അവർ പറഞ്ഞു നീ ആ കുറ്റക്കാരി. Nobody is there to stand with me. ആരും എനിക്ക് വേണ്ടി നിന്നില്ല. Now ഇപ്പം my life is not good. എന്റെ ജീവിതം ശരിയല്ല. I commit sin. ഞാൻ പാപത്തിലാണ്. I live in sin. ഞാൻ പാപത്തിൽ ജീവിക്കുക. And you are saying Jesus loves you. എന്നോട് പറയുന്നു നിങ്ങൾ പറയുന്നു യേശു സ്നേഹിക്കുന്നെന്ന്. It's a fake. അത് ചുമ്മാ പറയുന്നതാണ്. Nobody is there to love. ആരും സ്നേഹിക്കുന്നവരില്ല. It was great challenge to me. അതെനിക്ക് വലിയൊരു വെല്ലുവിളിയായി. What I will do? ഞാൻ എന്താ പറയുന്നത്? I said, Beta, do you want to come out from this sinful life? ഞാൻ ചോദിച്ചു ഈ പാപത്തിന്റെ ജീവിതത്തിൽ നിനക്ക് വരാൻ ആഗ്രഹമുണ്ടോ മോളെ? But who will help me? അവൾ എന്നെ ആര് സഹായിക്കും? Who will stand for me? ആരെന്റെ കൂടെ നിൽക്കും? Where is the people who loves me? എന്നെ സ്നേഹിക്കാൻ ആരുണ്ട്? No one. ആരുമില്ല. That day, അന്ന് if I would have been in Kerala, ഞാൻ കേരളത്തിലായിരുന്നെങ്കിൽ I would have lost my family life. എന്റെ കുടുംബജീവിതം കൂടെ എല്ലാവരും നശിപ്പിച്ചേനെ. And I would have lost the ministry. എന്റെ സുവിശേഷ വേല നശിച്ചു പോയി. I took that girl. ഞാൻ ആ പെൺകുട്ടിയെ വിളിച്ചോണ്ട് വന്നു. I asked to sit in my motorcycle. എന്റെ ബൈക്കിൽ ഇരിക്കാൻ പറഞ്ഞു. We brought them. ആ വിളിച്ചോണ്ട് അവളെ വീട്ടിൽ കൊണ്ടുവന്നു. 7 years she lived. 7 വർഷം എന്റെ വീട്ടിൽ അവളെ നിർത്തി. God gave them the Bible study. അവളെ ദൈവവചനം പഠിപ്പിക്കാൻ തുടങ്ങി. She came to the Lord. അവൾ കർത്താവിനെ അറിഞ്ഞു. Her life was transformed. അവളുടെ ജീവിതം രൂപാന്തരപ്പെട്ടു. Now she's having 4 children. 4 കുഞ്ഞുങ്ങളും കുടുംബവുമായിട്ട് After 7 years, I got a one boy. ഒരു 7 വർഷത്തിന് ശേഷം ഒരു ചെറുപ്പക്കാരനെ കണ്ടെത്തി. I said, son, she's my daughter. ഞാൻ അവനോട് പറഞ്ഞു ഇതെന്റെ മകളാണ്. But before coming to me, അവൾ എന്റെ അടുക്ക വരുന്നതിന് മുമ്പ് her life was not good. അവളുടെ ജീവിതം നന്നായിരുന്നില്ല. I told everything. ഞാൻ എല്ലാ കഥകളും പറഞ്ഞു. I don't want to have a trouble tomorrow. നിന്നെ ബുദ്ധിമുട്ടിക്കത്തില്ല. I don't want you to have a trouble. നിനക്കൊരു ബുദ്ധിമുട്ടുണ്ടാകാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. And that's why I'm telling you everything. അതുകൊണ്ടാണ് ഞാൻ എല്ലാം നിന്നോട് തുറന്നു പറയുന്നത്. And he said, Uncle, don't worry. എന്നോട് പറഞ്ഞു നിങ്ങളെ വിഷമിക്കണ്ട. My life also was not good before coming to എന്റെ Christ. ജീവിതവും ശരിയായിരുന്നില്ല കർത്താവിനെ അറിയുന്നതിന് മുമ്പ്. We solemnized the marriage. അങ്ങനെ വിവാഹം ഞങ്ങൾ നടത്തി. Now she's the children of mother of 4 children. 4 കുഞ്ഞുങ്ങളുടെ മാതാവായി അവൾ സന്തോഷത്തോടെ ജീവിക്കുന്നു. Praise God. ഹല്ലേലൂയ. When any problem happens in the family, she's the first person go and pray. ഇന്ന് ഏതെങ്കിലും കുടുംബത്തിൽ ഏതെങ്കിലും പ്രശ്നം ഉണ്ടായാൽ അവളാണ് ആദ്യം ഓടിപ്പോയി ആ വീടിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. Praise God. Praise God. Hallelujah. ഹല്ലേലൂയ. When I see her, ഞാൻ അവളെ കാണുമ്പോൾ I feel joy in my heart. എന്റെ ഹൃദയത്തിൽ സന്തോഷമുണ്ടാകും. Because I could be a little part of her life. അവളുടെ ജീവിതത്തിൽ ഒരു ചെറിയ കാര്യം ചെയ്യാൻ എനിക്ക് കഴിഞ്ഞു. My brothers and sisters, എന്റെ സഹോദരി സഹോദരന്മാരെ, don't condone the because of their life. വെറുതെ നമ്മൾ ആരെയും കുറ്റം വിധിക്കരുത്. Because of their sinful life. അവരുടെ പാപ ജീവിതം കൊണ്ട് കുറ്റം വിധിക്കരുത്. Don't condone them. അവരുടെ പാപ ജീവിതം കൊണ്ട് കുറ്റം വിധിക്കരുത്. Try to redeem them. അവരെ വീണ്ടെടുക്കാൻ, അവരെ തിരിച്ചു കൊണ്ടുവരാൻ Try to look through the eye of Jesus. യേശുവിന്റെ കണ്ണിൽ കൂടെ കാണാൻ തീരുമാനിക്കണം. Look through the eye of Jesus. യേശുവിന്റെ കണ്ണിൽ കൂടെ കാണണം. Here, ഇവിടെ Jesus is looking with a different eye. യേശു വ്യത്യസ്തമായ കാര്യങ്ങൾ കാണുന്നത്. Praise God. ഹല്ലേലൂയ. How he looked. എങ്ങനെ യേശു കണ്ടത്? What Jesus said. യേശു എന്താ പറഞ്ഞത്? This person is a chance for me. അവിടെ പറയുന്നത് ദൈവ പ്രവൃത്തി വെളിപ്പെടേണ്ടതിനാകുന്നു. Hallelujah. Hallelujah. Brothers and sisters. Amen. Sometimes trouble in your life. ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിലും വരുമ്പോൾ But don't be upset. നിരാശപ്പെട്ടു പോകണ്ട. God want to work in your life. ദൈവത്തിന് നിങ്ങളിൽ പ്രവർത്തിക്കാൻ വേണ്ടിയുള്ള മുഖാന്തരം. God want to open the door for your life. നിങ്ങൾക്ക് വേണ്ടി വാതിൽ തുറക്കാനുള്ള മുഖാന്തരമാണ്. To glorify His name through your life. നിങ്ങളുടെ ജീവിതത്തിലുള്ള ദൈവനാമം ഉയർത്തപ്പെടാനാണ്. You become a weapon for the glory of God. മഹത്വത്തിന്റെ ആയുധമായി തീരാൻ വേണ്ടിയാണ്. Hallelujah. 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 Hallelujah.
Second thing, രണ്ടാമത്തെ കാര്യം, He wants to take the glory through this situation. ഈ ഒരു സാഹചര്യത്തിൽ ദൈവം മഹത്വമെടുക്കാൻ ആഗ്രഹിക്കുന്നു. Praise God. ഹല്ലേലൂയ. When you go through the tough time, നിങ്ങളുടെ പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ നിങ്ങൾ when you go പോകുമ്പോൾ, through the hard time, നിങ്ങൾ വളരെ ബുദ്ധിമുട്ടിലൂടെ പോകുമ്പോൾ, when you go through the challenges, നിങ്ങൾ വെല്ലുവിളികൾ നേരിടുമ്പോൾ, not to spoil you, നിങ്ങളെ നശിപ്പിക്കാനല്ലത്, not to distract you, നിങ്ങളെ ബന്ധിപ്പിക്കാനല്ല, but to glorify ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുത്താൻ വേണ്ടിയാണ്. The power of God may reveal in your life. ദൈവത്തിന്റെ ശക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരും. Praise God. ഹല്ലേലൂയ. Praise God. Praise God. Praise God. Praise God. Let us stand and say, Lord, I want to be a weapon of your നമ്മുടെ glory. അധരം തുറന്ന് പറയാൻ, കർത്താവേ, നിന്റെ മഹത്വത്തിന്റെ ഒരു പാത്രമായി എന്നെ ഒന്ന് തീർക്കണമേ. Lord, use me as a weapon of your glory. കർത്താവേ, നിന്റെ ആ ഒരു കയ്യിലെ ആയുധമായി എന്നെ ഉപയോഗിക്കണമേ. Praise God. ഹല്ലേലൂയ. Hallelujah. Hallelujah. God will use us. ദൈവം നിങ്ങളെ ഉപയോഗിക്കും. May God bless you. ദൈവം നമ്മെ എല്ലാം അനുഗ്രഹിക്കട്ടെ. Thank you for this time, Pastor. Thank you so much. God bless.